അല്ല ശീതള സത്യപ്രതിജ്ഞയ്ക്ക് ഇറങ്ങണ്ടേ? ഇറങ്ങണം. ഞാൻ നിങ്ങൾ വന്നപ്പോ അങ്ങനെ സംസാരിച്ചിരുന്നു എന്നേ ഉള്ളൂ. എങ്ങനെ പോണത്? വണ്ടി ഞങ്ങൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടേ. വണ്ടിക്ക് പോവാ. അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ. എല്ലാം അങ്ങോട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് കലാശിച്ചാ മതിയായിരുന്നു. എന്നാലും ശീതള മനസ്സിനെന്തോ ഒരു അല്ല ഈ മൊയ്തുവിന്റെ കാര്യം ആലോചിക്കുമ്പോഴേ ഇപ്പൊ UDP സീറ്റ് കൊടുത്തില്ലെങ്കിലും ഇനിയിപ്പൊ തറവാടിനൊരു കൂറ് തോന്നിയിട്ട് അങ്ങോട്ടെങ്ങാനും മാറിയാലോ അല്ലേ? ഇപ്പൊ ഞാനിപ്പോ ഇവിടെയൊക്കെ വന്ന് കണ്ടതുപോലെ മൊയ്തുവിനി ഞങ്ങൾ പോയിട്ടൊന്ന് വിശദമായിട്ട് കണ്ടാലോ? സുഗതേട്ടൻ പറഞ്ഞാ മൊയ്തു കേൾക്കാതിരിക്കൂല. ഞാൻ പറഞ്ഞ മൊയ്തു അനുസരിക്കും, ഇല്ലെങ്കിൽ ഞാൻ അനുസരിപ്പിക്കും. അനുസരിക്കൂല. നിങ്ങൾ നല്ല ദുനിയാവിൽ ആര് പറഞ്ഞാലും നമ്മൾ അനുസരിക്കൂല. അനുസരിക്കരുത്. UDP പറഞ്ഞാൽ അനുസരിക്കരുത്. എനിക്കിവിടെ UDP LDP എന്നൊന്നുമില്ല, ഒക്കെ കണക്കാ. അല്ല അതല്ല മൊയ്തു, പാർട്ടിക്ക് വേണ്ടി ഇത്രയും കാലം പ്രവർത്തിച്ചിട്ട് സത്യസന്ധനായിട്ടുള്ള ഒരു നേതാവ് സ്വന്തം മണ്ഡലത്തിൽ ഒരു സീറ്റ് തന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും വലിയ കൊലച്ചതിയുണ്ടോ? അതില്ല. ആരെ സപ്പോർട്ട് ചെയ്താലും UDP സപ്പോർട്ട് ചെയ്യരുത് എന്നാണ് എന്റെ അഭിപ്രായം. എന്തും നമ്മൾ തീരുമാനിക്കും. നമുക്ക് ഒറ്റക്കാണ് തീരുമാനിക്കാൻ പറ്റൂല. കാരണം നമ്മളെ ജയിപ്പിച്ച ജനങ്ങളാ. അപ്പൊ ഓരോടൊന്ന് ചർച്ച ചെയ്യാണ്ട് നമുക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റും. അല്ല, ജനങ്ങളുടെ ബഹുഭൂരിപക്ഷം പേരുടെ ആഗ്രഹം എന്താന്ന് വെച്ചാൽ 15 കൊല്ലം ഭരിച്ച UDP അല്ല LDP ഇനി അധികാരത്തിൽ വരണം എന്നാണ്. അല്ല അതങ്ങനെ വരും. കാരണം മടുത്തു പോയിട്ട് ജനങ്ങൾക്ക് ഈ 15 കൊല്ലത്തെ ഭരണേ ആകെ മടുത്തിക്കണേ. ഈ മടുത്തതിന്റെ പേരിലാണ് നമ്മളെപ്പോലെ ഒരു സ്വാതന്ത്ര്യം ജയിക്കുന്നത്. അതും ചിലർ വോട്ടിനല്ല, 177 വോട്ടിനാണ് നമ്മൾ ജയിക്കുന്നത്. നിങ്ങൾക്ക് ജനകീയ അടിത്തറയുണ്ടെന്ന് പാർട്ടി മനസ്സിലാക്കി കഴിഞ്ഞു. പിന്നെ സത്യശീലൻ ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ ജാതി പറഞ്ഞാണ് ജയിച്ചതെന്നൊരു ആരോപണം ഉന്നയിക്കുന്നുണ്ട്. വെറുതെ പറയുന്നതാണ്. തോറ്റ ന്യായം പറയണോ? ഈ സത്യശീലൻ ഒരാളാണ് ആ പാർട്ടി കുട്ടിച്ചോറാക്കിയത്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഓർമ്മല്ലേ? വമ്പിച്ച ഭൂരിപക്ഷത്തിന് ഓരോ പാർട്ടി ജയിച്ചിനേ. പ്രാവശ്യം എന്തായി? ആകെ കുറഞ്ഞ സീറ്റേ കിട്ടിയുള്ളൂ. കാരണം എന്താ? നീ നമ്മളാണ് ഇപ്പൊ നിൽക്കുന്നത്. നമ്മളടുത്ത് വരട്ടെ. അവർക്ക് ഭരിക്കണമെങ്കിൽ നമ്മൾ വേണമല്ലോ. അല്ല, ഞങ്ങളിപ്പോ വരാൻ തന്നെ കാരണം എന്താ വെച്ചാൽ എന്ത് വന്നാലും ഈ പഞ്ചായത്ത് ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഇനി മൊയ്തല്ലേ? രണ്ട് പാർട്ടിക്കാരൊന്നും മനസ്സിലായി. ഞങ്ങളുടെ സന്തോഷത്തിന് അതെ, UDP ഇപ്പൊ കഴിഞ്ഞ വർഷം ഭരിച്ചപ്പോ പാവം തൊഴിലാളികളായ ഞങ്ങളെ മറന്നു. പാറ പൊട്ടിച്ച് വിൽക്കാൻ പാടില്ല, മണലെടുക്കാൻ പാടില്ല. ഇതൊക്കെ മാറ്റിയിട്ട് ഞങ്ങൾക്ക് കൂടി ജീവിക്കാൻ മൊയ്തു ഒരു അവസരം ഉണ്ടാക്കി തരണം. നിങ്ങളെ രണ്ടാളെ കൈമലും മാറി കായ് ഒരുപാടുണ്ടെന്ന് ഞമ്മക്കറിയാം. പക്ഷെ ഞമ്മക്ക് വലുത് ജനങ്ങളാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ല, ഇന്നിനിപ്പോ എത്ര അട്ടിക്ക് വെച്ചാലും ഒരു കാര്യമില്ല പ്യാരി. ഇതിനൊക്കെ ഞമ്മക്ക് ആവശ്യമുള്ള ഒരു സമയം ഉണ്ടനി. ആ സമയത്ത് നിങ്ങൾ ഒരാളെ മസിട്ട് നോക്കിയിട്ട് കണ്ടില്ലേ നമ്മള്? അല്ല, നിങ്ങൾക്ക് ഓർമ്മണ്ടോ? എലക്ഷൻ സമയത്ത് രണ്ട് പാർട്ടിക്കാർക്കും നിങ്ങൾ ഭാരി ബദ്രീനി കായി. അന്ന് ഒരു മനുഷ്യനും നമ്മളെ അടുത്ത് വന്നില്ല. സ്വന്തം കൈമന്ന് കായ് എടുത്തിട്ടാണ് നമ്മൾ എലക്ഷൻ പ്രചരണം നടത്തിയത്. പിന്നെ നിങ്ങൾ വന്ന് കായേറ്റ് അതെന്തിനീ നമ്മളോടൊന്ന് മാറിക്കോൻ ചോദിച്ചിട്ട് അല്ലേ? പടച്ചോൻ നമ്മളെ കൂടിയാ നിങ്ങൾ ഓർത്തോളി. അല്ല, അതെ, പടച്ചോൻ നിങ്ങളുടെ കൂടെ ആയതുകൊണ്ടാണല്ലോ പടച്ചോനെ കാണുന്ന പോലെ ഞങ്ങൾ നമുക്കറിയാം. അപ്പൊ ഈ കായ് നിങ്ങൾ അവിടെ എടുത്തു വെച്ചോളി. പിന്നെ നിങ്ങൾ ഈ കോറിന്റെ മണലിലൊക്കെ കാര്യം അതൊക്കെ ആ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലൂടെ മാത്രമേ മുന്നോട്ട് പോകൂ. അഴിമതില്ലാത്തൊരു ഭരണം. ഇത്രയും കാലം ഇവിടെ കുട്ടിച്ചോറാക്കിയ രണ്ട് പാർട്ടികളാ. അതൊക്കെ മറന്നിട്ട് ജനങ്ങൾ ഇപ്പൊ നമ്മളെ ജയിപ്പിച്ചെന്തിനാ? അഴിമതില്ലാത്തൊരു ഭരണം അവർക്ക് കാണിച്ചു കൊടുക്കണം. അത് നമ്മൾ കാണിച്ചു കൊടുക്കും. അല്ല മൊയ്തു മെമ്പറെ, ഇതിപ്പോ തന്നെ അങ്ങോട്ട് ഭരിക്കാൻ പറ്റില്ലല്ലോ. അധികാരം കയ്യിൽ കിട്ടണമെങ്കിൽ ഒന്നല്ലെങ്കിൽ UDP അല്ലെങ്കിൽ LDP നിങ്ങളെ സഹായിക്കണ്ടേ? മാണോ? അത് ഞമ്മക്കറിയാ. ഒരു വരട്ടെ, നമ്മളിവിടെ ഉണ്ട്. ആരാണോ നമ്മളെ പ്രസിഡന്റ് ആക്കുന്നത് ഓട് കൂടെ നമ്മൾ നിൽക്കും. നമസ്കാരം. കള്ളിക്കൂട്ടം പഞ്ചായത്തിലെ ഭരണകർത്താക്കളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകളാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിരാവിലെ തന്നെ പാർട്ടി പ്രതിനിധികളും സുഹൃത്തെ തള്ളാതെ നിങ്ങളൊന്ന് മാറി നിൽക്ക്. ഇതിവിടെ സീരിയൽ ഷൂട്ടിംഗ് അല്ല, ഇത് ന്യൂസാണ് കേട്ടോ. അതിരാവിലെ തന്നെ പാർട്ടി അണികളും നേതാക്കളുമെല്ലാം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDP ഒറ്റ കക്ഷിയായി തൂത്തുവാരിയ ഈ പഞ്ചായത്ത് ഇപ്പോൾ വളരെയധികം ഒരു പ്രതിസന്ധിയിലാണ്. 17 സീറ്റിൽ 8 സീറ്റ് LDP നേടിയിരിക്കുകയാണ്, 8 സീറ്റ് UDP നേടിയിരിക്കുകയാണ്. ഇവിടെ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച മൊയ്തുവിന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ ഈ പഞ്ചായത്തിന്റെ ഭരണത്തിന്റെ ചുക്കാൻ ആരുടെ കൈകളിലേക്ക് പോകുമെന്ന് നമുക്ക് വിധി പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും കഴിഞ്ഞ 5 വർഷം UDPയുടെ ഭരണ നേട്ടങ്ങളെയും കോട്ടങ്ങളെയും കുറിച്ച് നമുക്ക് നമ്മുടെ ജനങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. അവരോട് നമുക്ക് ചോദിക്കാം എന്താണ് അവരുടെ അഭിപ്രായം എന്ന് നമുക്ക് ആരായാം. നമസ്കാരം. കഴിഞ്ഞ 5 വർഷം UDP ആണല്ലോ നമ്മുടെ പഞ്ചായത്ത് ഭരിച്ചിരുന്നത്. അപ്പോൾ ആ ഭരണ നേട്ടങ്ങൾ അല്ലെങ്കിൽ കോട്ടങ്ങൾ എങ്ങനെ നിങ്ങൾ കാണുന്നു? UDP 5 വർഷം ഭരിച്ചു. അഴിമതി നിറഞ്ഞ ഭരണമായിരുന്നില്ല ഇവിടെ.
മറ്റേ LDP ഭരിച്ചു. ആ. എന്ത് വികസനമാണ് ഇവിടെ നടന്നത്? അതായത് സാധാരണക്കാരന്റെ മാനസികാവസ്ഥ മനസ്സിലാക്കുന്ന ഒരു സ്വതന്ത്രനാണ് ഇവിടെ ജയിച്ചേക്കണം മൊയ്ത്. അതെ. അല്ലേ? ആ. അയാൾ ഭരിക്കട്ടെ, അപ്പോ ആളുകൾ കഴിവുകൾ തെളിയിക്കട്ടെ എന്നേ. സാധാരണക്കാരൻ കഴിവ് തെളിയിക്കട്ടെ. സുഹൃത്തെ, നിങ്ങളൊന്ന് മാറി നിൽക്കും. എന്തായാലും ഞാനും താങ്കളുടെ അഭിപ്രായത്തോട് യോജിക്കുകയാണ്. എനിക്ക് താങ്കളോട് അടുത്ത് ചോദിക്കാനുള്ളത്, ഏതായാലും UDPയുടെ മുതിർന്ന നേതാവ് ശ്രീ സത്യശീലനും മണ്ടോദരിയും ഇവിടെ സത്യപ്രതിജ്ഞ ചടങ്ങുകളിലേക്കായി കടന്നു വരികയാണ്. നമസ്കാരം. എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങുകളിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എനിക്ക് ഒന്ന് ചോദിക്കാനുള്ളത്, കഴിഞ്ഞ വർഷത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തൂത്തുവാരിയ ഒരു പഞ്ചായത്തായിരുന്നു ഇത്. അതെ അതെ. വളരെയധികം ഭൂരിപക്ഷത്തോടെ നിങ്ങൾ വിജയിച്ചു. പക്ഷേ എന്നാൽ ഇപ്പോൾ കാണാൻ കഴിഞ്ഞത് 17 സീറ്റിൽ 8 സീറ്റ് LDP നേടിയിരിക്കുകയാണ്. 8 സീറ്റ് മാത്രമേ നിങ്ങൾക്ക് ലഭിച്ചുള്ളൂ. ഒരു സീറ്റ് നിങ്ങളിൽ നിന്നും പിരിഞ്ഞ് സ്വതന്ത്രനായി മത്സരിച്ച മൊയ്തുവാണ് വിജയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇവരുടെ ഭരണത്തിലുണ്ടായ കോട്ടങ്ങളുടെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണോ ഇങ്ങനെ ഒരു ഭൂരിപക്ഷ കുറവ് വന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയുന്നു? അതുകൊണ്ട് തന്നെയാണോ? അതെ. അതെയോ? അല്ല. അല്ല, അടുത്തത് പറയാം. ഇപ്പോ എന്തായാലും ഇവർ 5 വർഷം ഭരിച്ചു. ഒരുപാട് അഴിമതി ആരോപണങ്ങൾ ഇവരുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ ജനങ്ങളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്കും ഏതാണ്ട് അതിനോട് യോജിക്കാതിരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അങ്ങനെയാണെങ്കിൽ നിരവധി പ്രശ്നങ്ങളുണ്ടായി. കുടിവെള്ള പ്രശ്നം, റോഡ് പ്രശ്നങ്ങൾ, അങ്ങനെ പല വികസനങ്ങളും, പാറക്കോറി മണൽ മാഫിയയ്ക്ക് ഒത്താശ ചെയ്തു കൊടുത്തു എന്നുള്ള ആരോപണങ്ങൾ വരെ നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, ഇവർക്കതിൽ പങ്കുണ്ട് എന്നുള്ളത് വ്യക്തമാണോ? അല്ലയോ? അതെ. അല്ല, ഞാൻ പഠിച്ചിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ ശ്രീ സത്യശീലൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ നിങ്ങളുടെ ഈ ഭൂരിപക്ഷം ഈ സത്യപ്രതിജ്ഞ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം കേട്ടോ. എന്നാലും നടക്കങ്ങോട്ട്. എന്തായാലും സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ് സത്യശീലൻ കാണാമെന്ന് പറഞ്ഞ് ഭീഷണി ചാനലിനെതിരെ ഉയർത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ഇതിലൊന്നും ഞങ്ങൾ തളരില്ല. എന്തായാലും നമുക്ക് ഇതിനിടയ്ക്ക് തന്നെ അടുത്ത അംഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അടുത്ത അംഗത്തിനെ കാണാനായിട്ട് പോകും. LDPയുടെ മുതിർന്ന നേതാവും മുൻ പഞ്ചായത്ത് പ്രസിഡന്റും ആയിരുന്ന ശീതളനും കുടുംബവും ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രിയപത്നി ശ്യാമള ഇപ്പോൾ മെമ്പറായി ആയിരിക്കുകയാണ്. LDP ഭരണത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ആകുക എന്നത് ശ്യാമളയാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങുകളിൽ വന്നിരിക്കുകയാണല്ലോ. ഞങ്ങളുടെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ചോദിക്കുകയാണ്, നമ്മുടെ LDP ഭരണത്തിൽ വരികയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിന്റെ ഭരണത്തിന്റെ ചുക്കാൻ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമോ? അല്ല, ഭരണത്തിന്റെ ചുക്കാൻ നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ശരിക്കും പറ എന്താണ്? അതായത് 5 വർഷം UDP ഭരിച്ചു. അവരുടെ അഴിമതികളും അവരുടെ കോട്ടങ്ങളും കൊണ്ട് അവർക്ക് ഇപ്രാവശ്യം ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ 8 സീറ്റ് വിജയിച്ചിരിക്കുകയാണ്. UDP 8 സീറ്റിൽ വിജയിച്ചിരിക്കുകയാണ്. ഇവിടെ ഇപ്പം നിർണായകം എന്ന് പറയുന്നത് സ്വതന്ത്രനായി മത്സരിച്ച മൊയ്തുവിൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ചിരിക്കും. മൊയ്തു നിങ്ങളോട് ചേർന്ന് ഒത്തുചേരുകയാണെങ്കിൽ നിങ്ങൾ ഭരണത്തിൽ വരും. അങ്ങനെയാണെങ്കിൽ ഭരണ നേട്ടങ്ങളുടെ തുടക്കമെന്ന നിലയിൽ എന്താണ് നിങ്ങൾ ആദ്യമായി ഞങ്ങളുടെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാനായി നിങ്ങൾ മനസ്സിൽ കരുതുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്നത്? സത്യമായിട്ട് എനിക്ക് ഒന്നും മനസ്സിലാവണില്ല. എനിക്ക് അറിയില്ല. അതായത് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വരെ ഇരുന്ന് ചർച്ച ചെയ്തൊരു കാര്യം, അവളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ഈ നാട്ടിൽ കാണുന്ന എല്ലാ പഞ്ചായത്ത് റോഡുകളും ആദ്യം ടാർ ചെയ്യാന്നുള്ളതാണ്. പിന്നെ ഈ താറുമാറായി കിടക്കുന്ന കുളങ്ങള് അത് വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ടാക്കിയെടുക്കുക. ഭരണത്തിൽ വരുന്ന എല്ലാവരും ആദ്യം ഇങ്ങനെ തന്നെയാണ് പറയുന്നത്, പഞ്ചായത്ത് റോഡുകൾ ടാർ ഇടുക, പിന്നെ കുളങ്ങൾ സംരക്ഷിക്കുക. ഒടുവിൽ സംഭവിക്കുന്നത് പഞ്ചായത്ത് റോഡുകൾ കുളങ്ങളായി മാറുന്നതാണ് ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങളിൽ നിന്നും അത് തന്നെയാണോ ഞങ്ങളും പ്രതീക്ഷിക്കേണ്ടത്? പറയൂ. അതല്ല അവൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ, നമ്മളിപ്പോ ഈ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എനിക്കിപ്പോ ഒന്ന് ചോദിക്കാനുള്ളത്, നമ്മുടെ സ്വതന്ത്രനായി മത്സരിച്ച മൊയ്തുവിന്റെ എന്തായാലും നിങ്ങളെ പിന്താങ്ങുന്നു എന്നാണ് പൊതുവെ ഒരു സംസാരം. പല രീതിയിലും അദ്ദേഹത്തെ സ്വാധീനിച്ച് നിങ്ങളുടെ പക്ഷത്തേക്ക് കൊണ്ടുവരുവാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയതായിട്ട് പുറത്തുനിന്നും ഞങ്ങൾ ജനങ്ങളുമായിട്ട് ആരാഞ്ഞപ്പോൾ കിട്ടിയ ഒരു വിവരമാണ്. ആ വിവരം ശരിയാണോ?
പിന്നെ ശരിയാണ്. അതായത് ഞങ്ങൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഞങ്ങളുടെ പാർട്ടീനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഒരാളുടെ സഹായമല്ല, പാർട്ടിക്കകത്ത് നിൽക്കാൻ താല്പര്യമുള്ള അതാണ്. ഏത് കക്ഷികളെയും ഞങ്ങൾ സ്വീകരിക്കും. അതല്ലാതെ അതാണ്. നമ്മുടെ പാർട്ടിയോട് കൂറ് പുലർത്തുന്ന ഏതൊരു വ്യക്തികളെയും ഞങ്ങൾ സ്വീകരിക്കാൻ ഞങ്ങൾക്ക് യാതൊരു മടിയില്ല. മടിയില്ല. അല്ലാതെ ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകുന്ന ഒരു രീതി പൊതുവെ പാർട്ടിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിന്റെ ആവശ്യം ഞങ്ങളുടെ പാർട്ടിക്കില്ല. സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്ക് ഏതാനും സമയം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതെ. എന്തായാലും ഈ പഞ്ചായത്തിന്റെ ഭരണം നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമാകട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതിനു മുന്നോടിയായിട്ട് ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളടുത്തൊന്ന് ചോദിച്ചോട്ടെ, ഈ പഞ്ചായത്തിന്റെ ഭരണം നിങ്ങളുടെ കൈകളിൽ എത്തിക്കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യും? എന്താണെങ്കിലും ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ടേ ചെയ്യുള്ളൂ. ഞങ്ങൾ ഇനി സത്യപ്രതിജ്ഞയ്ക്ക് നടക്കട്ടെ, അത് ഇനി അതിനുശേഷം നമുക്ക് എന്താണെങ്കിൽ ആലോചിക്കാം കേട്ടോ. ആയിക്കോട്ടെ. വളരെ സന്തോഷം. കള്ളിക്കൂട്ടം ഗ്രാമപഞ്ചായത്തിലെ മെമ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട മൊയ്തു എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തുകൊള്ളുന്നു. നമ്മുടെ നേതാവേ, ഭീഷണല്ലേ? എടി നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ? നീ ഇങ്ങനെ കിടന്നായാലെങ്ങനെ? ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ ഞാൻ നിക്കണില്ല. എടി അപ്പൊ നിക്കണ്ട. നീ ആശിച്ച മേടിച്ചാൽ പാവയോ? വള്ളി വിട്ട് കേസ് പറയരുതിട്ട് എവിടെ ഇരുന്നിട്ട്. എനിക്ക് അറിയില്ലേ എന്ന് ഞാൻ പറയണത് കേക്ക്. എടി മൊയ്തൂന് അവരുടെ പാർട്ടി പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാന്ന് പറഞ്ഞപ്പോ അയാൾ അങ്ങോട്ട് മാറി. എടി ഇതാണ് രാഷ്ട്രീയം, പറഞ്ഞാ മനസ്സിലാവില്ല. ടെൻഷൻ കൂൾ ഡൗൺ. ഓ ദൈവമേ, ഇന്ത്യൻ പ്രസിഡന്റ് ആവണ പോലെയുള്ള എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് ഇത് പാർട്ടിയുടെ തീരുമാനമല്ലടി. എന്ത് പാർട്ടിയുടെ തീരുമാനം? പിന്നെ നിങ്ങളല്ലേ എന്നോട് പറഞ്ഞു എന്നെ എന്തായാലും പ്രസിഡന്റ് ആക്കുമെന്ന്? ഞാനല്ല ഇതൊന്നും തീരുമാനിക്കുന്നത്, ഇത് പാർട്ടിയാണ്. അവരോട് പറ എന്നെ ആക്കാൻ. എന്ത് മണ്ടത്തരൊക്കെയാണ് ഈ പറയുന്നത്? നിനക്കത് പറയുന്നത് മനസ്സിലാകുന്നില്ലേ? കണ്ടപ്പോ ഏട്ടൻ പറയാൻ പറ്റൂല ഏട്ടന്. പാർട്ടിക്ക് എതിരായിട്ടാണ് അവൻ മത്സരിച്ചെങ്കിൽ ഇപ്പൊ പാർട്ടി പറയുന്നത് അവനെ പ്രസിഡന്റ് ആക്കാനാണ്. പ്രസിഡന്റ് ആവാൻ അവനാ യോഗം, നിനക്കല്ല. അവന് യോഗമൊന്നുമില്ല, എനിക്ക് തന്നെ. ഏട്ടൻ പറഞ്ഞാൽ നടക്കും. എടി പാർട്ടി പറയുന്നതല്ലേ എനിക്ക് അനുസരിക്കാൻ പറ്റൂ. അവനിനി അഴിമതി ഇല്ലാത്ത ഭരണം തന്നെ ആയിരിക്കും കാഴ്ചവെക്കുക. കള്ളിക്കൂട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട മൊയ്തു എന്ന ഞാൻ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന കോറി മണൽ മാഫിയയിൽ നിന്ന് വാങ്ങിയ പണത്തിന് പ്രത്യുപകാരമായി അവരോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും അവരുടെ പരമാധികാരം നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെ മമതയോടും വിദ്വേഷം കൂടാതെയും എൻ്റെ കഴിവിൻ്റെ പരമാവധി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നും ഈശ്വരനാമത്തിൽ ഞാൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. മറിമായത്തിനെ സ്നേഹിക്കുന്ന നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്.
ഇതുവരെ അതായത് 15 വർഷമായി നമ്മുടെ മറിമായം ഇങ്ങനെ സക്സസ്ഫുൾ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും നാളത്തെ നമ്മുടെ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി തന്നെ മനോരമ മാക്സിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്.